നമസ്കാരം. ഏതം ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 10 സിനിമകളെ കുറിച്ചാണ്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ പ്രിയപ്പെട്ടവരോട് ചെറിയൊരു അപേക്ഷ. നമ്മളെ ചാനൽ ചെറിയൊരു ചാനലാണ്, കുറച്ച് പേര് കാണുന്നുണ്ട്, അതിൽ വലിയ സന്തോഷവുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സപ്പോർട്ട് മുന്നോട്ട് പോകാൻ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 10ാം സ്ഥാനത്തുള്ളത് ARM ടൊവിനോ തോമസ് ജിതിൻ ലാൽ ചിത്രമാണ്. ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയത് 68,75,00,000 രൂപയാണ്. 9ാം സ്ഥാനത്തുള്ളത് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രമാണ്. ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 72 കോടി രൂപയാണ് കളക്ഷൻ സ്വന്തമാക്കിയത്. 8ാം സ്ഥാനത്ത് ബാഹുബലി 2 എന്ന ചിത്രമാണ്. ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 72,10,00,000 രൂപയാണ് കളക്ഷൻ സ്വന്തമാക്കിയത്. ഓർക്കുക, ഇതൊരു അന്യഭാഷാ ചിത്രം കൂടിയാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. 7ാം സ്ഥാനത്തുള്ളത് വലിയ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന, ഒരു പക്ഷേ മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ചരിത്രം സൃഷ്ടിക്കാൻ കെൽപ്പുള്ള ഒരു ചിത്രമായ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രമാണ്. ഈ ചിത്രം ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയത് 75 കോടിയോളം രൂപയാണ്. ഈ കണക്ക് അത്ര കൃത്യമല്ല എങ്കിൽ പോലും 75 കോടിയിൽ കുറയാത്ത സംഖ്യ ഇതിനോടകം തന്നെ ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. 6ാം സ്ഥാനത്തുള്ളത് ആവേശം എന്ന ചിത്രമാണ്. ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയത് 76,10,00,000 രൂപയാണ്. 5ാം സ്ഥാനത്തുള്ളത് ആടുജീവിതം എന്ന ചിത്രമാണ്. ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയത് 79,28,00,000 രൂപയാണ്. 4ാം സ്ഥാനത്തുള്ളത് പുലിമുരുകൻ എന്ന ചിത്രമാണ്. ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 85,10,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. 2016 ഇറങ്ങിയ ഈ ചിത്രം ഇപ്പോഴും ടോപ്പ് 4ൽ തന്നെ നിൽക്കുന്നു എന്നത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. 3ാം സ്ഥാനത്തുള്ളത് എമ്പുരാൻ എന്ന ചിത്രമാണ്. ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയത് 86,25,00,000 രൂപയാണ്. ഏറെ വിവാദങ്ങളും ഏറെ ചർച്ചകളും ഉണ്ടാക്കിയ ഈ ചിത്രം കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങൾ ഒന്നാണ് ഇതുവരെ നിലനിൽക്കുന്നത്. ഒരു പക്ഷേ വരുന്ന ലോക ഇതിനെ മറികടക്കും എന്ന് ചില ട്രാക്കർമാർ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. 2ാം സ്ഥാനത്തുള്ളത് 2018 എന്ന ചിത്രമാണ്. ഈ ചിത്രം കേരളത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള ചലച്ചിത്ര ആവിഷ്കാരമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മിക്ക ആളുകളും ടിക്കറ്റ് എടുത്ത് കണ്ട ചിത്രം കൂടിയാണ് 2018 എന്ന ചിത്രം. ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 89,10,00,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. 1ാം സ്ഥാനത്തുള്ളത് തുടരും എന്ന ചിത്രമാണ്. ഈ വർഷം ഇറങ്ങിയതിൽ മലയാളത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ ഹിറ്റായ ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേടിയത് 118,90,00,000 രൂപയാണ്. ഏതാണ്ട് 119 കോടിയോളം. ഓർക്കുക, ഇത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമാണ് ഇത്രയും തുക ഈ സിനിമ കളക്ട് ചെയ്തത്. അത്രക്ക് വലിയൊരു വിജയമായിരുന്നു ഈ ചിത്രം. ഇനിയിപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, തുടരും എന്ന സിനിമയെ ലോക എന്ന ചിത്രം മറികടക്കുമോ എന്നാണ്. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ മറികടക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ലോക എന്ന സിനിമയ്ക്ക് ഇനിയൊരു ഓപ്പോസിറ്റ് ഒരു ചിത്രം വരണമെങ്കിൽ ഏകദേശം ഒരാഴ്ചയോളം ഇനിയും ബാക്കിയുണ്ട്. ആ ചിത്രം വന്നാലും 150-200 റേഞ്ചിൽ സ്ക്രീനുകൾ പിന്നെയും ബാക്കിയുണ്ട്. ആ സ്ക്രീനുകളിൽ നിന്നുള്ള കളക്ഷൻ മാത്രം മതി ഒരു പക്ഷേ ലോക എന്ന സിനിമയ്ക്ക് മലയാള സിനിമയിലെ ചരിത്ര ചിത്രമാകാൻ. എന്തായാലും നിലവിലെ അവസ്ഥയിൽ ലോകയുടെ കളക്ഷൻ അല്പം കുറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കുക, 7 കോടിയിൽ നിന്നും 6 കോടിയിൽ നിന്നും ഇപ്പോൾ 3.5 കോടിയായിട്ടുണ്ട്. ഇതാണ് കുറവ്. അത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു കുറവേ അല്ല എന്നുള്ളത് എന്നെപ്പോലെ നിങ്ങൾക്കും അറിയാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തുടരും എന്ന ചിത്രത്തിൻ്റെ കേരള ബോക്സ് ഓഫീസിലെ റെക്കോർഡ് ലോക എന്ന ചിത്രം തകർക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും മറ്റൊരു വീഡിയോയുമായി വൈകാതെ നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വീഡിയോ പറയുന്നു. സബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കളോട് ഒരിക്കൽ കൂടി പറയുന്നു, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നോട്ട് പോകാൻ നിങ്ങളെ സബ്സ്ക്രൈബ് വളരെ അത്യാവശ്യമാണ്. നന്ദി, നമസ്കാരം.